അനിൽ ബാബു കടുത്ത തലവേദനയുള്ളതുപോലെ വിരലുകളാൽ നെറ്റിയിൽ അമർത്തി തടവിക്കൊണ്ട് കണ്ണുകളടച്ചു പിടിച്ചു കിടന്നു. നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് പോലെ എനിക്ക് നയോമിയെ കാണാതായതിലോ അവൾക്ക് മരണം സംഭവിച്ചതിലോ ഒരു പങ്കുമില്ല. സിത്താര പറഞ്ഞപ്പോൾ അയാൾ കണ്ണു തുറന്നു. ഇതെനിക്ക് വിശ്വസിക്കാൻ വയ്യ, അനിൽ ബാബു നിഷേധ സ്വരത്തിൽ പറഞ്ഞു. നയോമി തട്ടിക്കൊണ്ടു പോകപ്പെട്ട അതേ സമയത്ത് തന്നെ നിങ്ങളെങ്ങനെ അതേ സ്ഥാനത്ത് വന്നു? ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അവളുടെ ശത്രുപക്ഷത്ത് ചേർന്ന് അവളെ അപായപ്പെടുത്താൻ നിങ്ങളും ഉണ്ടായിരിക്കണം. എനിക്ക് നയോമിയുമായി എങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരും? ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പറയേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രം പറയുന്നതാ. നയോമി എന്നൊരു സഹോദരി നിങ്ങൾക്കുണ്ടെന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ? അനിൽ ബാബു ചോദിച്ചു. എനിക്കറിയായിരുന്നു, പക്ഷേ വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ വരുന്നതിന് മുമ്പേ അറിയാമായിരുന്നല്ലോ. ഇല്ല, അഷ്ടമൂർത്തി അങ്കിൾ പറഞ്ഞിട്ടാണ് ഞാനും ഇതറിയുന്നത്. പക്ഷേ അങ്ങനെ അപ്രതീക്ഷിതമായി അറിഞ്ഞതിൻ്റെ അത്ഭുതമൊന്നും നീ ഈ വീട്ടിൽ വെച്ച് ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. അഷ്ടമൂർത്തി അങ്കിൾ എന്നെക്കുറിച്ചാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ നയോമിയാണെന്ന് വിചാരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നെക്കുറിച്ച് എന്നോട് തന്നെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അത്ഭുതമുണ്ടാകും? അപ്പോൾ ഇയാൾക്ക് അഷ്ടമൂർത്തിയോട് സത്യം തുറന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ എന്തിനു പറയണം? എൻ്റെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ നയോമിയായി അഭിനയിക്കുന്നതും ജീവിക്കുന്നതും. ഞാൻ നയോമിയല്ല എന്ന് വെളിപ്പെടുത്തണോ? നയോമി ഇവിടെ നിന്ന് പോയ ഗ്യാപ്പിൽ നിങ്ങളെങ്ങനെ ഇവിടെ തന്നെ വന്നു ചേർന്നു? നയോമിയെ കാണാതാവുന്ന സമയത്ത് നിങ്ങൾ ഇവിടുത്തെ സംഭവങ്ങളൊന്നും അറിയാതെ കോലാലംപൂരിലായിരുന്നെന്ന് പറയുന്നു. നിങ്ങൾ എങ്ങനെ ഇവിടെ ഈ കാക്കനാടിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഈ ചെറിയ വീട്ടിൽ ഞാൻ നയോമിയാണെന്ന് പറഞ്ഞ് എത്തിച്ചേർന്നു? ഇത് യാദൃശ്ചികമായിട്ടാണ് സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അനിൽ ബാബു ചോദിച്ചു. അനിലേട്ടാ, ഞാനും നയോമിയും ഒരമ്മയുടെ വയറ്റിൽ ഒരേ സമയത്ത് ജനിച്ചവരല്ലേ? വിധിയുടെ ഒരു കാണാച്ചരട് ഞങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കോലാലംപൂരിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്. ഡൽഹിയിൽ നിന്ന് ചെന്നൈയിൽ വന്നത് അച്ഛൻ്റെ ബന്ധുക്കളെ കാണാൻ വേണ്ടിയായിരുന്നു. അത്രയും ഞാൻ സമ്മതിച്ചു. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് നയോമിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല, അവൾ ആഗ്രഹിച്ച പോലെ ജീവിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനും അച്ഛൻ്റെ കൂടെ സന്തോഷവതിയായിരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ മരണമാണ് എന്നെയും നയോമിയെയും തമ്മിൽ കൂട്ടിയിണക്കിയത്. പക്ഷേ അവൾ മരിക്കുന്നത് വരെ അവൾക്ക് എന്നെയോ എനിക്ക് അവളെയോ അറിയില്ല. എന്നിട്ടും അവൾക്ക് ഞാനാകേണ്ടി വന്നു, എനിക്ക് അവളാകേണ്ടിയും വന്നു. ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇതിൻ്റെ പുറകിൽ ഒരു അതീന്ദ്രിയ ശക്തിയോ നിയോഗമോ ഉണ്ടെന്നാണ്. നയോമിയെ തട്ടിക്കൊണ്ടു പോവുകയും അവൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയല്ലേ നിങ്ങൾ വന്നത്? ഒരിക്കലുമല്ല അനിലേട്ടാ. ഞാൻ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ലായിരുന്നു, സുബോധമില്ലായിരുന്നു. മരണത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും നടുവിൽ കൂടിയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി. അപ്പോഴാണ് പോലീസ് എന്നെ പിടികൂടി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആരൊക്കെയോ ചേർന്ന് നയോമി എന്നൊരു പേര് എൻ്റെ മേൽ കെട്ടിയേൽപ്പിച്ചു. ആ പേര് നിങ്ങളുടേതല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ നിഷേധിക്കണമായിരുന്നല്ലോ. എൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു വലിയ ആപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്നവളാണ്. എനിക്കൊരു ഷെൽട്ടർ വേണം. അതെവിടെ കിട്ടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എവിടെ ചെന്നാലും എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയേ പറ്റൂ. ഞാൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. അപ്പോഴാണ് പോലീസും ഡോക്ടേഴ്സും പിന്നെ നിങ്ങളും എല്ലാവരും ചേർന്ന് നയോമി എന്ന ഐഡൻറ്റിറ്റി എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഞാൻ നയോമിയാണെന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾക്കൊന്നിനും മറുപടി പറയാതിരിക്കുകയാണ്. നയോമി ആരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ എന്നറിയില്ല. പക്ഷേ ഞാൻ നയോമിയായി മുദ്ര കുത്തപ്പെട്ടു കഴിഞ്ഞു. എനിക്ക് നയോമിയുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. എൻ്റെ അപരിചിതത്വവും മൗനവും നിങ്ങൾ അമ്നീഷിയാണെന്ന് തെറ്റിദ്ധരിച്ചു. അതൊന്നും എൻ്റെ കുറ്റമല്ല. എന്തുകൊണ്ട് നിങ്ങളത് നിഷേധിച്ചില്ല? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഷെൽട്ടർ വേണമായിരുന്നു. അതുകൊണ്ട് ഓർമ്മക്കേട് അഭിനയിച്ചു. വാസ്തവത്തിൽ അഭിനയിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എനിക്കൊന്നും അറിയില്ല. വെറുതെ കണ്ണും മെഴിച്ചിരുന്നാൽ മതി. ഓർമ്മക്കേട് വന്നവർക്ക് ഭൂതകാലത്തെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പോഴും തട്ടിക്കൊണ്ടു പോകപ്പെട്ട നയോമി തിരിച്ചു വരുമെന്ന എൻ്റെ വിശ്വാസം. അതുവരെ മാത്രമേ എനിക്ക് ഈ ആൾമാറാട്ടം തുടരാൻ പറ്റൂ. ഭയന്നാണ് ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞുകൂടിയത്, അഷ്ടമൂർത്തി അങ്കിൾ എത്തുന്നതുവരെ. അഷ്ടമൂർത്തി വന്നപ്പോൾ എന്തു മാറ്റം സംഭവിച്ചു? അനിൽ ബാബു ചോദിച്ചു. നയോമി ജീവിച്ചിരിപ്പില്ലെന്ന് മനസ്സിലായി. എൻ്റെ അച്ഛൻ്റെ സകല സ്വത്തിന് അവകാശിയായ സിത്താര മഹാദേവൻ കൊല്ലപ്പെട്ടുവെന്ന് അഷ്ടമൂർത്തി അങ്കിളാണ് ആദ്യം എന്നോട് പറഞ്ഞത്. പക്ഷേ സിത്താര ഞാനാണല്ലോ. അക്കാര്യം അങ്കിളിന് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് മനസ്സിലായി നയോമിയാണ് കൊല്ലപ്പെട്ട സിത്താരയായി തെറ്റിദ്ധരിക്കപ്പെട്ടതെന്നും നയോമി ഇനി തിരിച്ചു വരില്ലെന്നും സിത്താര വെളിപ്പെടുത്തി. അപ്പോഴെങ്കിലും സത്യം തുറന്ന് പറയാമായിരുന്നില്ലേ? അപ്പോൾ തീരെയും പറയാൻ നിവൃത്തിയില്ല. സിത്താര മഹാദേവൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു.
പിന്നെ എനിക്ക് സിത്താരയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ പോകണമെങ്കിൽ ഒന്നുകിൽ ഞാൻ നയോമിയെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നയോമിക്ക് എന്ത് സംഭവിച്ചെന്ന് തെളിയിക്കണം. ഇപ്പോൾ എങ്ങനെ ഇതിനെല്ലാം മാറ്റം വന്നു? അനിൽ ബാബു ചോദിച്ചു. പോലീസ് ഇടപെട്ടു. അഷ്ടമൂർത്തി അങ്കിളും എൻ്റെ ചില അടുത്ത ആളുകളും എങ്ങനെയോ മനസ്സിലാക്കി ഞാൻ നയോമിയല്ലെന്ന്. അവർ രഹസ്യമായി അന്വേഷണം തുടങ്ങി. ആ അന്വേഷണത്തിൻ്റെ ഫലമായാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം പെൻഡ്രൈവിൽ കണ്ടത്. എന്തായാലും എല്ലാവരും കൂടി കളിച്ച നാടകം അസലായി. എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു. സമൂഹത്തിന് നല്ല നടി നഷ്ടപ്പെട്ടു. ഈ വീടിന് ഒരു സംരക്ഷകയെ നഷ്ടപ്പെട്ടു. അനിൽ ബാബു ദുഃഖത്തോടെ പറഞ്ഞു. നയോമി എൻ്റെ ഇരട്ട സഹോദരിയായിരുന്നു. വളരെ വിഷമത്തോടെയാണെങ്കിലും ഞാൻ തുറന്നു പറഞ്ഞോട്ടെ, അവൾ ജീവിച്ചിരുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ്. അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് വളരെ കഷ്ടത്തിലായേനെ. പിന്നെ അവളുടെ മരണം അവൾ തന്നെ ക്ഷണിച്ചു വരുത്തിയതാ. എനിക്കോ അഷ്ടമൂർത്തി അങ്കിളിനോ അതിൽ യാതൊരു പങ്കുമില്ല. മരണത്തിലേക്ക് തള്ളിയിട്ടതാണ്. അങ്ങനെ കരുതി ആശ്വസിക്കുക. അനിൽ ബാബു ഒന്നും മിണ്ടാതെ കൈപ്പട കൊണ്ട് കണ്ണുകൾ മറച്ചു കിടന്നു. നയോമി മുറിവിട്ടിറങ്ങിയപ്പോൾ അക്കൂടെ മിന്നുമോളും ഇറങ്ങിപ്പോയി. ലിവിംഗ് റൂമിൽ മാളവിക നിൽപ്പുണ്ടായിരുന്നു. നയോമിക്ക് കൃഷ്ണമ്മയോട് സംസാരിക്കണമായിരുന്നു. ചേച്ചി, മാളവിക സിത്താരയെ സങ്കടത്തിൽ വിളിച്ചു. ഞാൻ വരാം മാളു. നിന്നെ മറന്നിട്ടല്ല നിന്നോട് മിണ്ടാത്തത്. എല്ലാവരോടും എനിക്ക് സംസാരിക്കണം. മുത്തശ്ശിയോടും അങ്കിളിനോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. മിന്നുമോൾ സിത്താരയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. സിത്താര അരുമയോടെ അവളുടെ കവിളത്ത് കൈത്തലം ചേർത്തു. എൻ്റെ കൂടെ വരുന്നോ? അവൾ ചോദിച്ചു. മിന്നുമോൾ മാളുവിനെ നോക്കി. അവൾക്ക് സംശയമാണ്. പോകണോ വേണ്ടയോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് വരാം. സിത്താര അവളെ വിട്ട് കൃഷ്ണമ്മയുടെ മുറിയിലേക്ക് ചെന്നു.